കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയ്ക്ക് സമാനമായ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അജ്മീറിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ആലുവയിലെ വീടുകൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ പ്രതികളെ പിടികൂടാൻ കേരള പോലീസ് സംഘം അജ്മീറിൽ എത്തിയപ്പോഴായിരുന്നു സിനിമാ രംഗങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ പ്രതികളുമായുള്ള ഏറ്റുമുട്ടൽ. പോലീസിനെ വെട്ടിച്ചു കടക്കുന്നതിനിടെ അക്രമികൾ പോലീസിന് നേരെ വെടിയുതിർത്തു. വെടിവെപ്പിൽ നിന്നും പോലീസ് സംഘം രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. പിന്നീട് കവർച്ചാ സംഘത്തെയും പിടികൂടിയാണ് ആലുവ പോലീസ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. कैसी गुलाम बंदूक निकाल दी उसने, तो टाइम ही नहीं खराब करा। ആലുവയിലും കുട്ടമശ്ശേരിയിലും പൂട്ടിക്കിടന്ന 2 വീടുകളിൽ നിന്നും 38 പവനും 33,000 രൂപയും മോഷ്ടിച്ച കേസിലെ 2 പ്രതികളാണ് വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത്. ഇവരെ സാഹസികമായി കീഴ്പ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ തലനാരിഴയ്ക്കാണ് വെടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ഉത്തരാഖണ്ഡ് ഗംഗാനഗർ രാംപൂർ സ്വദേശികളായ ഡാനിഷ്, ഷഹജാദ് എന്നിവരെയാണ് അജ്മീർ ദർഗ ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ പക്കൽ നിന്നും 2 തോക്കുകൾ കണ്ടെടുത്തു. പ്രതികളിൽ ഒരാളെ വിലങ്ങി വെക്കുന്നതിനിടെയാണ് മറ്റൊരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇയാളെ പിന്തുടർന്ന പോലീസ് സംഘത്തിന് നേരെയാണ് ബാഗിൽ കരുതിയിരുന്ന തോക്കെടുത്ത് വെടിവെച്ചത്. തുടർന്ന് 100 മീറ്റർ ദൂരം പിന്തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇവർ പ്രതികളായ മറ്റു കേസുകളിലെങ്കിലും ഉത്തരേന്ത്യയിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും. റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ സ്ക്വാഡ് അംഗങ്ങളായ SI SS ശ്രീലാൽ, CPOമാരായ മാഹിൻ ഷാ അബൂബക്കർ, മുഹമ്മദ് അമീർ, VA അഫ്സൽ, KM മനോജ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിനു വേണ്ട സഹായങ്ങൾ നൽകിയത് റൂറൽ SP-യുടെ രാജസ്ഥാനിലെ IPS സുഹൃത്തുക്കളാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.